ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ 5 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞ് എടുത്തിരിക്കുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ 5 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ ഏലിയ പ്രവാചകന്റെ ജീവിതത്തിലെ നിർണായകമായ സംഭവ വികാസങ്ങളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന തിരുവചന ഭാഗമാണ്. ഏലിയ പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധ്യമാകാത്ത അവസ്ഥയിൽ നിരാശനായി തളർന്ന് താളടിയായി ഒരു ചൂരച്ചെടിയുടെ തണലിൽ അഭയം പ്രാപിച്ച് ഇരിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് ദൈവത്തിൻ്റെ ദൂതൻ ഏലിയ പ്രവാചകനെ സന്ധിക്കുന്നു. പ്രവാചകൻ ചൂരച്ചെടിയുടെ തണലിൽ ഉറങ്ങുന്നു. ഭയപ്പാടിൻ്റെയും നിരാശയുടെയും ശീതാവസ്ഥയിലുള്ള മരണകരമായ ഒരു ഉറക്കം. ഏലിയ പ്രവാചകന്റെ ഉറക്കത്തെ മരണകരമായ ഉറക്കത്തിനോടാണ് വേദശാസ്ത്രജ്ഞന്മാർ ഉപമിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവദൂതൻ പ്രവാചകനെ തട്ടി ഉണർത്തി. ഏലിയാവ് ഉണർന്ന് നോക്കിയപ്പോൾ കനലിൽ ചുട്ട അപ്പവും ഒരു തുരുത്തി വെള്ളവും ഇരിക്കുന്നത് കണ്ടു. അത് ആഹരിച്ച് ബലം പ്രാപിച്ച് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബിനോളും 40 രാവും 40 പകലും ഏലിയ പ്രവാചകൻ ശക്തിയോടുകൂടെ നടന്നു. അപ്പോൾ ചൂരച്ചെടിയുടെ തണൽ ദൈവ സാന്നിധ്യത്തിൻ്റെ തണലാണ്. എന്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും, ഏതെല്ലാം നിലയിലുള്ള ആശങ്കകളുണ്ടായാലും, ഏതെല്ലാം നിലയിലുള്ള നിരാശയുടെ പടുകുഴിയിൽ വീണാലും ആ തണലിൽ നിന്ന് ഓടി അകലാതിരുന്നാൽ എല്ലാറ്റിനും പരിഹാരമുണ്ട് എന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ 5 മുതൽ 8 വരെയുള്ള വേദഭാഗം നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. പാരീസ് ഒളിമ്പിക്സിലെ ഷൂട്ടിങ്ങിൽ മനു ഭാക്കറിൻ്റെ വെങ്കല നേട്ടം നിർണായകമാണ്. ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ മത്സരിച്ചെങ്കിലും തോക്കിൻ്റെ തകരാറ് കാരണം കണ്ണുനീരോടെ ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്നും മടങ്ങേണ്ടി വന്നു. ഏറെക്കാലം നിരാശയുടെ ചൂരച്ചെടിയുടെ തണലിൽ മനു ഭാക്കർ ഇരിക്കേണ്ടി വന്നു. ആ സമയത്താണ് കുടുംബത്തോടൊപ്പം മനു ഭാക്കർ കേരളം സന്ദർശിക്കുവാൻ ഇടയായത്. അവർ കേരളത്തിൽ എത്തി. ചെറായി ബീച്ചിനോട് ചേർന്നുള്ള ഒരു റിസോർട്ടിൻ്റെ സമീപത്തായിരുന്നു താമസം. അപ്പോൾ മാതാപിതാക്കൾ ഒരു ദിവസം മനു ഭാക്കറിൻ്റെ സമീപത്തു നിന്നും ഔട്ടിങ്ങിനായി പുറത്തേക്ക് പോയി. നിരാശയിലും നിരാശ്രയ ബോധത്തിലുമൊക്കെ ആയിരുന്ന മനു ഭാക്കർ വളരെ വിഷമിച്ച് സങ്കടത്തോടുകൂടി ആ മുറിയിൽ തന്നെ ഇരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് വളരെ പെട്ടെന്ന് ആ മുറിയുടെ ഒരു മൂലയിലിരുന്ന ജഗ്ഗും വെള്ളവും മനു ഭാക്കറിൻ്റെ കണ്ണിൽ പെട്ടത്. മനു ഭാക്കർ ആ ജഗ്ഗ് കയ്യിലെടുത്ത് വെള്ളം കുടിക്കാനായി ഒരുങ്ങുന്നതായ സമയത്താണ് വളരെ പെട്ടെന്ന് നിരാശയിലായിരുന്ന മനു ഭാക്കറിന് വീണ്ടും വിചാരം ഉണ്ടാവുകയാണ്. അപ്പോൾ ഷൂട്ടിംഗ് താരങ്ങൾ
പരിശീലനമായി വെള്ളം നിറച്ച ജഗ് പോലുള്ള സാധനങ്ങൾ കയ്യിലെടുത്തി ഉയർത്തി ഹോൾഡിംഗ് പ്രാക്ടീസ് നടത്തുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ ഈ മുറിയുടെ ഒരു മൂലയിലിരുന്ന ജഗ്ഗും വെള്ളവും കയ്യിലെടുത്ത് ആ കയ്യിലെടുത്തതായ സമയത്താണ് മനു ഭാക്കർ തിരിച്ചറിയുകയാണ്, ഇപ്രകാരം തോറ്റുമാറേണ്ട ആളല്ല താൻ ജീവിതത്തിൽ തോൽക്കേണ്ട ആളല്ല. ആ ഒരു ചിന്തയിൽ പുനർവിചാരത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങി തോക്ക് കയ്യിലെടുത്തു, പരിശീലനം പുനരാരംഭിച്ചു. അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ അഭിമാനമായി മനു ഭാക്കർ മാറുന്ന കാഴ്ചയാണ് ഈ അടുത്ത കാലയളവിൽ ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടത്. അപ്പം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരായുസ്സിൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ തിരിച്ചറിയുക, നമ്മളായിരിക്കുന്ന മേഖലയിൽ ജീവിത വിജയം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് നിശ്ചയദാർഢ്യമാണ്. നമുക്ക് ആവശ്യമായിരിക്കുന്നത് ലക്ഷ്യബോധമാണ്. നമുക്ക് ആവശ്യമായിരിക്കുന്നത് സ്നേഹവും സമർപ്പണവും അനുകമ്പയുമാണ്. അപ്പോൾ ഈ പറഞ്ഞതായ ഗുണവികാരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയം പ്രാപിക്കുവാൻ കഴിയും. ജീവിത വിജയമെന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായ സമൃദ്ധിയല്ല, ആർഭാടം നിറഞ്ഞ ജീവിതമല്ല, മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് വളരെ ശാന്തമായി സമാധാനമായി കിടന്ന് ഉറങ്ങാനുള്ള ആ ഒരു വ്യവസ്ഥിതിയെയാണ്, ആ ഒരു അവസ്ഥയെയാണ് ജീവിത വിജയമെന്ന് വേദപുസ്തകം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 37-ാമത്തെ സങ്കീർത്തനത്തിൽ 5-ാമത്തെ വാക്യം, നിരാശയിൽ നിബന്ധിച്ചു കഴിയുന്നവർക്ക് ധൈര്യവും പ്രത്യാശയും പ്രതീക്ഷയും ഉറപ്പും നൽകുന്ന ഒരു ചെറിയ വാക്യമാണ്. 37-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം പറയുന്നത് ഇപ്രകാരമാണ്: നിന്റെ വഴികളെ ദൈവത്തെ ഭരമേൽപ്പിക്കുക, അവനത് നിർവഹിച്ച് തരും. അപ്പം നിന്റെ വഴികളെ നീ സർവശക്തനായ ദൈവത്തെ ഭരമേൽപ്പിക്കുക, അവനത് നിർവഹിച്ചു തരും. അപ്പം എന്തെല്ലാം ജീവിതത്തിൽ സംഭവിച്ചാലും ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന ചൂരൽ ചെടിയുടെ തണലിൽ നിന്ന് ഞാനും നിങ്ങളും ഓടി അകലാതിരുന്നാൽ മാത്രം മതി. എല്ലാറ്റിനും പരിഹാരം കാൽവരിയിൽ ഉയർന്ന ആ കുരിശാണ് എന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.